നമസ്കാരം. ഈ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂൾ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെങ്കിലും അടുക്കളയിൽ അധിക സമയം നിന്ന് ചുറ്റിത്തിരിയാതെ ഉണ്ടാക്കണം. അതുപോലെ ഉണ്ടാക്കുന്ന സാധനം ഹെൽത്തി ആയിരിക്കണം. അതിനൊരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടായിരിക്കണം. ആൾക്കാർ കഴിച്ചു നോക്കുമ്പോൾ അത് ഇഷ്ടപ്പെടണം. ഏറ്റവും സമയം കുറവെടുക്കണം അല്ലേ? ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അത്തരത്തിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ആദ്യം ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കണം. വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് പുതിനയുടെ ഇലയും മല്ലിയുടെ ഇലയും എടുക്കണം. പുതിനയുടെ ഇല കുറച്ച് കുറവ് മതി മല്ലിയുടെ ഇലയേക്കാളും. അപ്പോൾ നമ്മളൊരു 2 പിടിയോളം മല്ലിയില എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരപ്പിടി അളവിൽ പുതിനയുടെ ഇല എടുത്താൽ മതി. ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഒട്ടും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കിയിട്ട് ചെയ്യാം. എരിവിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പൈസി ആക്കണ്ട. ഒരു പച്ചമുളക്, വളരെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പൊട്ടുകടലയാണ് കേട്ടോ. പൊട്ടുകടല ഒരു 3 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. പൊട്ടുകടല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ഹെൽത്തി ആവും നമ്മുടെ സ്നാക്ക്. അത് മാത്രമല്ല, ഈ ഒരു ചട്നി കുറച്ചൊന്ന് ലൂസാവാതെ തിക്കനായിട്ട് നല്ല കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടുകടല സഹായിക്കുകയും ചെയ്യും. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഇല്ലാതെ നമുക്ക് അരയ്ക്കാൻ നോക്കണം. ഒട്ടും അരഞ്ഞില്ല, ചതഞ്ഞ് കിടക്കുകയാണെങ്കിൽ മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. പിന്നെ നാരങ്ങ നീര് ചേർക്കണം, ഉപ്പ് ചേർക്കണം. അത് അരയ്ക്കുമ്പോൾ ചേർക്കരുത്, അരച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. അരച്ചെടുത്തതിന് ശേഷം വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് നാരങ്ങ നീര് ചേർക്കണം. ഇനി ഉപ്പും നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് ഈ ഒരു കട്ടിയിൽ ആണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. കാരണം ഇത് ബ്രെഡിൽ പുരട്ടണ സമയത്ത് ഒരുപാട് ലൂസായിട്ട് വെള്ളമായാൽ ബ്രെഡ് വല്ലാതെ കുതിർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നമ്മൾ പ്രഷർ കുക്കറിൽ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം വേവണം, കാരണം ഉടച്ചെടുക്കാനുള്ളതാണ്. അത്ര നന്നായിട്ട് വേവണം. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കാം. പിന്നെ ഈ ഒരു ചട്നി ഉണ്ടാക്കിയ സമയത്ത് ഞാൻ കുറച്ചും കൂടി 1 ടീസ്പൂണും കൂടി ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പുളി ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ 2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കതൊന്ന് ഉടച്ച് വയ്ക്കാം, മാഷ് ചെയ്ത് വയ്ക്കാം. ചീഞ്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർക്കാം, ചെറിയ ജീരകം. ഉള്ളിയും അതുപോലെ ഉരുളക്കിഴങ്ങുമാണ് നമ്മുടെ സാൻഡ്വിച്ചിലെ ഫില്ലിങ്. അപ്പോൾ സവോള നല്ല വലുതാണെങ്കിൽ ഒരു 1-1.5 എടുക്കാം, ചെറുതാണെങ്കിൽ 3 വരെയൊക്കെ എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മുരിയൊന്നും വേണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ നിറമായാൽ മതി. ഉള്ളി ഒന്ന് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് ചെറുതാക്കിയിട്ട് പൊടികൾ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ മുളക് പൊടിയേക്കാളും കുറച്ചധികം കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. 1-1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിടാതെയാണ് വേവിച്ചത്. അപ്പോൾ കുറച്ച് ഉപ്പിടാം. എപ്പോഴും നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കണ അത്രയും ഉപ്പ് സാൻഡ്വിച്ചിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഒരു പൊടി കുറച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് നാരങ്ങ നീരും ചേർക്കാം കേട്ടോ. പക്ഷെ നമ്മൾ ഒരു ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഗ്രീൻ ചട്നി, അതിൽ നല്ലോണം മല്ലിയിലയും പുതിനയിലയും അതിൽ കുറച്ച് പുളിയുണ്ട്, നാരങ്ങ നീരൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ ഞാൻ ചേർക്കണില്ല. ഈ പൊട്ടറ്റോ മസാല നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ചാറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർക്കണതാണ് നന്നായിരിക്കുക. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ, ഒരു പേരിന് കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചാറ്റ് മസാല ചേർക്കാം. പിന്നെ ഞാൻ ഉള്ളി വഴറ്റാതെ ഇതുപോലെ പച്ചയ്ക്ക് ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ശരിക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല. ഇനി നമുക്ക് ദോശത്തട്ട് ചൂടായി വരണ സമയത്ത് കുറച്ച് ബട്ടറാണ് വേണ്ടത്. ചീസോ ബട്ടറോ എടുക്കാം. ബട്ടർ ആണെങ്കിൽ നമുക്കിത് റോസ്റ്റ് ചെയ്യുമ്പോൾ ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ചീസാണെങ്കിൽ അത് ബ്രെഡിൻ്റെ ഉള്ളിൽ സ്ലൈസായിട്ട് വെക്കണം, അതാണ് വ്യത്യാസം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡാണ്. രണ്ട് പുറത്തും ബട്ടർ ആവണ രീതിയിൽ ഇതിനെ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ശരിക്ക് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടും. സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം.
അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് എടുക്കാം. നോർമൽ ബ്രെഡ് എടുത്താൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചെറിയൊരു മധുരം ഉണ്ടാവും, അത് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. ഇനി നമുക്കിതിന് കുറച്ച് ടൊമാറ്റോ സോസ് വേണം. ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് എടുക്കുക. ഒരു സ്ലൈസ് ബ്രെഡിൽ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ ചട്നി, പൊട്ടുകടല ഉള്ളത് കൊണ്ട് കണ്ടോ നല്ല തിക്കായിട്ട് തന്നെ അത് ഇരിക്കണമുണ്ട്. ഒരു സ്ലൈസ് ബ്രെഡിൽ നമ്മൾ ഈ ഗ്രീൻ ചട്നിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൊട്ടറ്റോ ഫില്ലിങ് എടുക്കുക. അപ്പൊ ഈ ഒരു സാൻഡ്വിച്ചിനെ ഡിഫറെന്റ് ആക്കണത്, സാധാരണ എല്ലാ നോർമൽ സാൻഡ്വിച്ചിലും നമ്മൾ തക്കാളി അല്ലെങ്കിൽ കുക്കുംബർ ഒഴിവാക്കിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇതിൽ അതൊന്നുമില്ല, പൊട്ടറ്റോ ആണ് അല്ലെ. പൊട്ടറ്റോ അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ സാൻഡ്വിച്ചിൽ കാണാറില്ല. ഇത് പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ വയറ് വേഗം ഫില്ലാവും, വയറ് നിറയും. പിന്നെ മയോണൈസ് ഇല്ലാത്ത സാൻഡ്വിച്ച് ആണെന്നുള്ളത് ഇതിന്റെ എടുത്ത് പറയേണ്ട പ്രത്യേകതയാണ്. ഇപ്പൊ മയോണൈസ് ഇല്ലാത്ത സാൻഡ്വിച്ചസ് ഇല്ല, അതും പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങിക്കുന്നൊക്കെ ആണെങ്കിൽ മയോണൈസ് വളരെ ദോഷമാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ സാൻഡ്വിച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് ആ ഗ്രീൻ ചട്നി ഇതിനെ ഒഴിവാക്കരുത്. ഗ്രീൻ ചട്നിയും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പും കൂടി വരുമ്പോൾ തന്നെയാണ് ശരിയായിട്ടുള്ള സ്വാദ് ഉണ്ടായിരിക്കുക. ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.